Hi friends, welcome to Shami's Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാലഡ് ആണ്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആകുന്ന നല്ലൊരു സാലഡ് ആണ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് 2 കുക്കുംബർ ചേർത്ത് കൊടുക്കാം. സ്ക്വയർ ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർക്കാം. കൂടെ തന്നെ ഒരു 2 ക്യാരറ്റ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ സവാളയും ഓരോ ഇതളായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തതല്ല, ഓരോന്നും ഇതളായിട്ട് മാറ്റിയതാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു പച്ചമുളകാണ്. എരിവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് 4 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ സീഡ്സ് എല്ലാം മാറ്റിയിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സാലഡ് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒന്നാണ് ഈ സാലഡ് ഓയിൽ. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾ സാലഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകും ഇത്. അപ്പോൾ ഈ സാലഡ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലായാലും മതിയാവും. അപ്പോൾ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പകുതി നാരങ്ങ കൂടി ചേർക്കുകയാണ്. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൈരൊക്കെ ചേർത്തില്ലേ, ഈ തൈരെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ട് ഈ തൈരൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ സാലഡാണിത്. നമുക്ക് ദിവസവും ഇത് കഴിക്കാവുന്നതാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന നല്ലൊരു വെജിറ്റബിൾ സാലഡാണ്. കൂടാതെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെ നമുക്ക് ഇതുപോലൊരു വെജിറ്റബിൾ സാലഡ് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം മല്ലിയില കൂടി ചേർക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സാലഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.